BJP ബംഗാളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ? പക്ഷേ ഇതിനിടയിൽ ഉയരുന്ന ഒരു നിലവിളിയുണ്ട്. EVM തട്ടിപ്പ്, വോട്ട് ചോരി, തോൽവി ഉറപ്പാകും മാത്രം ചിലർ ഉയർത്തിപ്പിടിക്കുന്ന ഈ സ്ഥിരം പല്ലവിയുടെ സത്യാവസ്ഥ എന്താണ്? ബംഗാളിൽ BJP ജയിക്കുമ്പോൾ EVM ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നവർക്ക് ഒരു ലളിതമായ ചോദ്യം, എങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ EVM കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലൊന്നും പ്രതിപക്ഷത്തെ ജയിപ്പിക്കുന്നത്? അവിടെ മാത്രം എന്തുകൊണ്ടാണ് വോട്ട് ചോരാത്തത്? ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഈ ഇരട്ടത്താപ്പിന്റെ ഉള്ളറകൾ ഇന്ന് നമ്മൾ തുറന്നു കാട്ടും, പൊളിച്ചെടുക്കും. ബംഗാളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് മോദി എന്ന നേതാവിനെ ഭാരതം ഇത്രയധികം വിശ്വസിക്കുന്നത്? പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം എപ്പോഴും സംഘർഷഭരിതമാണ്, അറിയാമല്ലോ. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. ദീദിയുടെ സാമ്രാജ്യത്തിൽ പണ്ട് ഇടതുപക്ഷം പരാജയപ്പെട്ടതിനേക്കാൾ വലിയൊരു വീഴ്ചയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ പോരാട്ടമാണ്. ബംഗാളിലെ ഓരോ വീട്ടിലും ചർച്ചയാകുന്നത് ഇന്ന് സന്ദേശ് ഖാലിയിൽ തൃണമൂൽ ഗുണ്ടകൾ നടത്തിയ ആ കൊടും ക്രൂരതകളാണ്. സ്ത്രീകളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിരുന്ന മമത സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ, അതായത് ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ബംഗാളിലെ മാതൃശക്തി അവർക്കെതിരെ തിരിഞ്ഞു. ഇത് വോട്ടായി മാറുമെന്ന് എക്സിറ്റ് പോളുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്, അഴിമതിയുടെ ആഴം. അധ്യാപക നിയമന അഴിമതി മുതൽ നാരദ കേസുകൾ വരെ ബംഗാളിലെ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് തകർത്തത്. തൃണമൂൽ നേതാക്കളുടെ വീടുകളിൽ നിന്നും പിടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുടെ ദൃശ്യങ്ങൾ വോട്ടർമാരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. സത്യം പറഞ്ഞാൽ മമത സ്വന്തം കുഴിച്ച കുഴിയാണ് ഇന്ന് ഇത്രത്തോളം ഭീകരമാകുന്നത്. മൂന്നാമത്, മോദി എന്ന വികസന നായകനാണ്. കേന്ദ്ര സർക്കാരിന്റെ ആവാസ് യോജനയും കിസാൻ സമ്മാൻ നിധിയും ബംഗാളിലെ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിത്തുടങ്ങി. വികസനം തടസ്സപ്പെടുത്തിയ മമതയുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തന്നെ മടുത്തിരിക്കുന്നു. ബംഗാൾ ഇന്ന് ആഗ്രഹിക്കുന്നത് സമാധാനവും വികസനവുമാണ്. ഇനി നമുക്ക് നിങ്ങൾ ചോദിച്ച ആ സുപ്രധാന ചോദ്യത്തിലേക്ക് വരാം. ബംഗാളിൽ BJPക്ക് മുന്നേറ്റം എന്ന് കേട്ടതോടെ സോഷ്യൽ മീഡിയയിൽ ചിലർ നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. BJP EVM മെഷീൻ ഹാക്ക് ചെയ്തു എന്നാണല്ലോ ഇക്കൂട്ടരുടെ സ്ഥിരം പല്ലവി. ഇവിടെയാണ് നമ്മൾ സാമാന്യ യുക്തി ഉപയോഗിക്കേണ്ടത്. BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് മെഷീനുകളെയും നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അവർ എന്തിനാ കേരളത്തിൽ തോൽക്കാനായി തീരുമാനിക്കുന്നത്? എന്തിനാണ് തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലും അവർ തോൽക്കുന്നത്? എന്തിനാണ് അവർ കഴിഞ്ഞ വർഷം കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ അധികാരം വിട്ടുകൊടുത്തത്? ഇതൊരു വിചിത്രമായ വാദം അല്ലേ? BJP ജയിക്കുന്നിടത്ത് EVM കേടാകുന്നു, പ്രതിപക്ഷം ജയിക്കുന്നിടത്തെല്ലാം EVM പുണ്യാളനാകുന്നു, അവിടെ ജനാധിപത്യം വിജയിക്കുന്നു. സത്യത്തിൽ തോൽവി മുൻകൂട്ടി കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴിയാണ്. അത് എത്ര പറഞ്ഞു കൊടുത്താൽ ഇത് അംഗീകരിക്കാത്ത ചില കൂട്ടരുണ്ട്. അവിടെയൊക്കെ പറയും, കേരളത്തിലെ പ്രബുദ്ധരെടുത്ത് ഇവരുടെ അടവൊന്നും നടക്കില്ല എന്നൊക്കെ ഡയലോഗ് അടിച്ച് വരും. ഒന്നും പറയാനില്ല നിങ്ങളെടുത്ത്. തങ്ങളുടെ നയങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് സമ്മതിക്കാനുള്ള മടി കാരണമാണ് അവർ മെഷീനെ കുറ്റം പറയുന്നത്. യുക്തി കൊണ്ട് ചിന്തിക്കാം. സുപ്രീം കോടതി പലവട്ടം പരിശോധിച്ചതാണ് ഈ വിഷയം. വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമാണെന്ന് പരമോന്നത നീതിപീഠം വരെ പറഞ്ഞിട്ടും തോൽക്കുന്ന പാർട്ടികൾ എന്തിനാണ് ജനവിധിയെ ഇങ്ങനെ അപമാനിക്കുന്നത്? ബംഗാളിൽ വോട്ടർമാർ താമരയ്ക്ക് വോട്ട് ചെയ്തത് അവർക്ക് മാറ്റം വേണമെന്നുള്ളത് കൊണ്ടാണ്. അവിടുത്തെ അവസ്ഥ കണ്ടവർക്ക് അല്ലെങ്കിൽ അറിയുന്നവർക്ക് ഇത് മനസ്സിലാകും, അല്ലാതെ മെഷീന്റെ തകരാറ് കൊണ്ടല്ല. എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ UDFന് വലിയ മേൽക്കൈ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലാകട്ടെ DMK തരംഗം തുടരുമെന്നും കാണുന്നുണ്ട്. പക്ഷേ അവിടെയും BJPയുടെ വോട്ട് വിഹിതത്തിൽ വരാൻ പോകുന്ന വലിയ വർധനവ് ശ്രദ്ധേയമാണ്. കേരളത്തിൽ ഇത്തവണ നേമത്തും അതുപോലെ തന്നെ പാലക്കാടൊക്കെ താമര വിരിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് അംഗീകരിക്കില്ല. അവിടെ ജനാധിപത്യം തോൽക്കും. തമിഴ്നാട്ടിൽ അണ്ണാമലൈ എന്ന യുവനേതാവ് കൊണ്ടുവന്ന മാറ്റം ചെറുതൊന്നുമല്ല. എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയിലൂടെ തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും BJP എത്തിക്കഴിഞ്ഞു. അവിടെയും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കും. കേരളത്തിലും BJP അക്കൗണ്ട് തുറക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പല സർവേകളിലും 5 മുതൽ 11 വരെ എന്നൊക്കെ കാണുന്നുണ്ട്. മെയ് 4-ന്, അതായത് അടുത്ത ദിവസം തന്നെ നമുക്ക് കണ്ടറിയാം. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വോട്ട് വിഹിതം 20% പോയാൽ അടുത്ത ലോക്സഭയിൽ ഇനിയും മാറ്റമുണ്ടാകും. EVM ഹാക്കിംഗ് എന്ന് ആരും പിന്നെ പറയില്ല. കാരണം BJP തോൽക്കുന്നിടത്തെല്ലാം ജനാധിപത്യം സുരക്ഷിതമാണെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. BJP ഇന്ത്യ ഒട്ടാകെ മുന്നേറുന്നതിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ അചഞ്ചലമായ നേതൃപാഠവുമാണ്. അത് അംഗീകരിച്ചേ തീരൂ. എന്നെ സംഘിണിയെന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. യാഥാർത്ഥ്യബോധം
എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. 10 വർഷം ഭരിച്ചിട്ടും ആ ഭരണത്തിന് നേരെ ഒരൊറ്റ അഴിമതി ആരോപണം പോലും ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച നയങ്ങൾ, സൈനിക കരുത്ത് വർദ്ധിപ്പിച്ചത്, സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഡിജിറ്റൽ വിപ്ലവം, ഇവയൊന്നും മെഷീൻ ഹാക്ക് ചെയ്തിട്ടുണ്ടാക്കിയതല്ല. ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ബംഗാളിലെ ജനങ്ങൾ തങ്ങളെ അടക്കി ഭരിച്ചിരുന്ന അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടത് കേന്ദ്രത്തിന്റെ വികസന പദ്ധതികളാണ്. അതുകൊണ്ടാണ് അവർ ഇത്തവണ BJPയെ നെഞ്ചേറ്റുന്നത്. ജനവിധി എന്തായാലും അത് അംഗീകരിക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സ്. ബംഗാളിൽ ദീദിയുടെ കാലം കഴിയുന്നു എന്നുമാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ മെഷീനെ കുറ്റം പറയുന്നവർ സ്വന്തം വീഴ്ചകളെയാണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ബുദ്ധിയുള്ളവർക്ക് വെളിച്ചം കാണും. പൊട്ടക്കിണറ്റിലെ തവാളകളായി എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ജീവിക്കുക, അല്ലേ? കേരളത്തിലും തമിഴ്നാട്ടിലും BJP പതുക്കെയാണെങ്കിലും കരുത്ത് ആർജിക്കുകയാണ്. വരും കാലം വികസനത്തിൻ്റെതാണ്. വോട്ടിംഗ് മെഷീനുകളെ പഴിചാരി ജനവിധിയെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് കാലം തന്നെ മറുപടി നൽകും. ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് വികസനത്തിൻ്റെയും പ്രോഗ്രസീവായ ചിന്താഗതിയുടെയും പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ജനവിധിയാണ്. ആ ജനവിധി തങ്ങൾക്കെതിരെയാകുമ്പോൾ മാത്രം ഭരണഘടനാ സ്ഥാപനങ്ങളെയും വോട്ടിംഗ് മെഷീനുകളെയും എല്ലാം കുറ്റം പറയുന്നത് ഒരുതരം രാഷ്ട്രീയ ഭീരുത്വമാണ്. പശ്ചിമ ബംഗാളിൽ ദീദിയുടെ ഭരണം അവസാനിക്കുന്നുവെന്ന സൂചനകൾ വരുമ്പോൾ ഉയരുന്ന ആ പഴയ EVM തട്ടിപ്പ് വാദങ്ങൾ കേവലം ഒരു പുകമറ മാത്രമാണ്. അല്ല, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി പരക്കെ വലിയ PR വർക്ക് കൊടുത്ത ഒരു കാര്യം ചെയ്തു. അദ്ദേഹം എത്ര കേസ് കൊടുത്തിട്ടുണ്ട്? സുപ്രീം കോടതിയിൽ അദ്ദേഹം അതിനെതിരെ കേസ് നടത്തുന്നുണ്ടോ? ഒരൊറ്റ കേസെങ്കിലും? ബംഗാളിൽ BJP ഉണ്ടാകുന്ന മുന്നേറ്റം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും അഴിമതിക്കെതിരെയും എടുത്ത തീരുമാനത്തിന്റെ ഫലമാണ്. BJPക്ക് മെഷീനിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല? കേരളത്തിൽ UDF വിജയിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ EVM വിരുദ്ധർക്ക് മറുപടിയില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും എല്ലാം പ്രതിപക്ഷം വിജയിക്കുമ്പോൾ ആ വിജയങ്ങൾ ആഘോഷിക്കുന്നവർ ബംഗാളിലോ ഉത്തർപ്രദേശിലോ BJP ജയിക്കുമ്പോൾ മാത്രം ജനാധിപത്യം അപകടത്തിലാണെന്ന് നിലവിളിക്കുന്നു. എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇതിന്റെ ലോജിക്ക് എന്താണെന്ന്. എന്തർത്ഥത്തിലാണ് ഇതൊക്കെ വിളിച്ചു കൂവുന്നത്? ഇത് കേവലം BJP വിരുദ്ധതയല്ല, മറിച്ച് രാജ്യത്തെ വോട്ടർമാരുടെ വിവേകത്തെ പരിഹസിക്കലാണ്. തമിഴ്നാട്ടിൽ BJPക്ക് ലഭിക്കുന്ന വോട്ട് വർധനവും അണ്ണാമലൈ എന്ന നേതാവിനോടുള്ള യുവജനങ്ങളുടെ താല്പര്യവും എല്ലാം തന്നെ ദക്ഷിണേന്ത്യയിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. തമിഴ്നാട്ടിൽ DMK മുന്നിലെത്തുമെന്ന സർവേകൾ പറയുമ്പോൾ അവിടെയൊന്നും EVM ഹാക്കിംഗ് ആരോപണം ഉയരുന്നില്ല എന്നത് തന്നെ ഈ ഇരട്ടത്താപ്പിനുള്ള തെളിവാണ്, അല്ലെ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് വരാനിരിക്കുന്ന ഫലം. വികസനത്തിന്റെയും ദേശീയതയുടെയും പാതയിൽ സഞ്ചരിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവരെ പഴയ ജാതിമത രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനായി പ്രതിപക്ഷത്തിന് കഴിയില്ല. എന്തായാലും കേരളത്തിൽ ഇത്തവണ താമര വിരിയുമോ എന്നല്ല നമുക്ക് അടുത്ത ദിവസം തന്നെ കണ്ടറിയാം. ജനവിധി എന്തായാലും അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. EVM മെഷീനുകളെ കുറ്റം പറഞ്ഞ് സ്വന്തം പോരായ്മകൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കാലഹരണപ്പെട്ട രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും വരാം. നന്ദി.